ആ സ്വർണവും പണവും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. വരൂ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എങ്ങോട്ടാ? എങ്ങോട്ടാണെന്ന് പറയാം. ആദ്യം നിങ്ങൾ രണ്ടും എന്നോടൊപ്പം വരൂ. വരൂന്നേ. ഒന്ന് വാങ്ങളെ വരൂ ആന്റി. നിക്ക്, നിങ്ങൾ ഇതെങ്ങോട്ട് തള്ളിക്കറി പോകുന്നേ? നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? കാര്യമുണ്ട് സഹോദരി, കാര്യമുണ്ട്. കാണിച്ചു തരാം, വരൂ. വന്നാട്ടെ. നിങ്ങൾക്ക് പോലും അറിയാത്ത രഹസ്യം ഞാൻ കാട്ടിത്തരാം. കണ്ടില്ലേ, ഗഹൻ ഇവിടുന്ന് കൊണ്ടുപോയി എന്ന് പറയുന്ന അതേ സഞ്ചി. അതിനുള്ളിൽ എന്താണെന്ന് ഇനി അറിയണ്ടേ? ആ മന്ത്രവാദിനി എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ട് തിരികെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു. ഇത് അല്ലേ? ഇതൊന്നും ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ? അയ്യോ, അരുത്, അങ്ങനെ ചെയ്യരുത്, അരുത്. കണ്ടില്ലേ? ഇനി പറ, ഗഗന്റെ ബാധ്യത നിങ്ങൾ തീർത്തോ? ഇവന് കൊടുത്ത സ്വർണവും പണവും തിരിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെ വന്നില്ലേ? പിന്നെങ്ങനെ ഈ ഗഗന്റെ ബാധ്യത തീരും? ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഇത് ആ അമ്മ ഇവിടെ വെച്ചിട്ട് പോയതാ. എന്നെങ്കിലും അവർ തിരിച്ചു വരുമ്പോ കൊടുക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങളും ഇത് പൂജാമുറി തന്നെ വെച്ചിരിക്കുന്നത്. ഏയ്, ഇനി അവർ തിരിച്ചു വരില്ല. അവര് ഇത് നിങ്ങൾക്ക് സമ്മാനിച്ചതാ. ഇനി പറ, നിങ്ങളുടെ മുന്നിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങളുടെ വളർത്തുമകളെ എന്റെ ഈ അനന്തരവന് വിവാഹം കഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 24 മണിക്കൂറിനകം ഈ വീട് ഒഴിഞ്ഞു തരിക. എന്തു വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഗഗന് ദേവൂട്ടിയെ വിവാഹം ചെയ്തു കൊടുത്താൽ അമൂല്യങ്ങളായ ഈ ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാവും. അല്ലെങ്കിലും ആ മന്ത്രവാദിയുടെ സ്വർണവും പണവും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതെ, ഒന്നുകിൽ ദേവൂട്ടി അല്ലെങ്കിൽ ഈ വീട്. രണ്ടിലേതെങ്കിലും ഒന്ന് എനിക്ക് കിട്ടിയേ പറ്റൂ. അവളെ നിനക്ക് കല്യാണം കഴിച്ചെന്നാ ഈ ആഭരണങ്ങളൊക്കെ ഞങ്ങൾക്ക് സ്വന്തമാവുന്നുള്ളത് ഉറപ്പാണോ? അതിനെന്താ ഇത്ര സംശയം? ദേവൂട്ടിയെ മാത്രം മതി ഇവന്. ആഭരണങ്ങളും പണവും എല്ലാം നിങ്ങൾ എടുത്തോളൂ. എങ്കിൽ ഞങ്ങൾക്ക് സമ്മതം കല്യാണത്തിന്. ഇന്ദുമതി, നീ എന്താ അതെ, ഇനിയിപ്പൊ അതേ നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ സുരേന്ദ്രേട്ടാ. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. അത് പറ്റുമോ നമുക്ക്? അപ്പോ നമുക്കിതങ്ങ് ഉറപ്പിക്കാം അല്ലേ? ആ, ഓ, സന്ദീപ, നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ ഈ മോതിരം തരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ മോതിരം അവള് സോമനാസാല എന്റെ വിരലിൽ അണിയിച്ചതാ. അല്ലാതെ ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലെന്ന് നീയും കണ്ടു നിൽക്കല്ലായിരുന്നോ? അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നൊരു മോതിരം അവൾ ആവശ്യപ്പെടാതെ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാ? എടാ, നിനക്കെന്താ അങ്ങനെ ഒരു നിർബന്ധം? അമ്മ പറയുന്നൊക്കെ ശരിയാ, ഞാൻ സമ്മതിച്ചു.
പക്ഷെ ഈ മോതിരം ദേവൂട്ടിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് അമ്മയോട് ഞാൻ തുറന്നു പറഞ്ഞതല്ലേ. ഇത് അവൾക്ക് നഷ്ടപ്പെട്ടാൽ അവളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും.